Radio Traveler. Radio Traveler. Around the world with RJ Shiffin. ഈ പക്ഷികൾ 3 മാസം നമ്മുടെ അതിഥികളാണ്, നമ്മൾ ആതിഥേയരും. കഥ പറയാം. ഈ ഒരു വാക്കുകൾ ഒരുപാട് തവണ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. കഥേഴ്സ് നമ്പർ 1 റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം 98.6 റേഡിയോ ട്രാവലർ ദേ തുടങ്ങുകയാണ്. ആദ്യം ഷിഫിൻ കൂടിയുണ്ട്. ഇപ്പോ എന്റെ കൂടെ ആ ശബ്ദത്തിന്റെ ഉടമയാണ് PT മുഹമ്മദ്. നമസ്കാരം. നമസ്കാരം. കഥ പറയാം. ആ വീഡിയോസ് എങ്ങനെയോ അവിചാരിതമായിട്ട് ഞാൻ കാണുകയാണ്. അപ്പൊ ഞാൻ കണ്ടത് കശ്മീരിലെ ഒരു വീട്ടിൽ ഇരുന്നു കൊണ്ട് അതിൽ നിന്നും എടുത്ത് അദ്ദേഹം പാത്രത്തിലേക്ക് ഇടുന്നു, ആ ചൂടോടുകൂടി കഴിക്കുന്നു. അപ്പൊ പറഞ്ഞു അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അതിന്റെ വോയിസ് ഓവർ പോകുന്നുണ്ട്. അതാണ് ഞാൻ ആദ്യമായിട്ട് കണ്ട വീഡിയോ. കഥ പറയാം. ആ ഒറ്റ വേർഡിൽ തന്നെ എല്ലാം ഉണ്ട്. ആക്ച്വലി ഒരു യാത്രികനല്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. കോഴിക്കോട് 2020 ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ ജോലിയുടെ ഭാഗമായി ഒരു യാത്ര, 2 മാസത്തെ ഒരു ഇന്ത്യൻ യാത്ര തരപ്പെടുന്നത്. അങ്ങനെയാണ് ഞാൻ ആദ്യമായി യാത്രകളെ കുറിച്ച് ആലോചിക്കുന്നത് തന്നെ. അപ്പൊ ഞാൻ കുറെ ഗ്രാമങ്ങളെ കുറിച്ചും വിവിധ സംസ്ഥാനങ്ങളിലെ സംസ്കാരങ്ങളെ കുറിച്ചൊക്കെ കുറച്ച് പഠിക്കാൻ ആരംഭിച്ചു. പക്ഷേ ആ യാത്ര നിർഭാഗ്യവശാൽ മുടങ്ങിപ്പോയി. അങ്ങനെയാണ് കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും ഒക്കെ പോയി ജോലി ചെയ്യണം എന്ന് ആഗ്രഹം വരുന്നതും ഒഴിവ് ദിവസങ്ങളിലൊക്കെ യാത്രകൾ ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ഡൽഹിയിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതും നിരവധി കമ്പനികളുടെ ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു. ഒടുവിൽ ഒരു ഡിസൈനറായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് 2021 ഡൽഹിയിൽ വരുന്നത്. അങ്ങനെയാണ് ശനി ഞായർ ദിവസങ്ങളിലൊക്കെ യാത്രകൾ ചെയ്ത് കുറെ സംസ്ഥാനങ്ങളിലൂടെ, ഉത്തരേന്ത്യയിലെ ഏകദേശം ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലൂടെയും ഈ കാലയളവിൽ ജോലിയുടെ ഇടവേളകളിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ യാത്രികനായത്. ഉത്തരേന്ത്യയെ കുറിച്ച് പറയുമ്പോൾ ഉത്തരേന്ത്യയുടെ മുക്കുമൂലയും അരച്ചു കലക്കി കുടിച്ചിരിക്കുന്ന വ്യക്തിയാണ് എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ പറയാൻ പലപ്പോഴും പല വീഡിയോസ് കാണുമ്പോൾ നമുക്ക് അതാണ് മനസ്സിലാകുന്നത്. അതെ അതെ അതെ. ഉത്തരേന്ത്യയിലെ വിശാലമായ ഒരു കടലാണ്. ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് 75 ജില്ലകളുള്ള ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയിലാകെ 6.5 ലക്ഷം ഗ്രാമങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിലെ 2 ജില്ലകളുടെ സമാനമായിരിക്കും ഒരുപക്ഷെ ഉത്തരേന്ത്യയിൽ ഒരു ജില്ല. അങ്ങനെ വിശാലമായൊരു സംസ്ഥാനമാണ്. സാധാരണ ഒരു സഞ്ചാരിയുടെ യാത്ര എന്ന് പറയുമ്പോൾ കൂടുതലും നഗരങ്ങളിലൂടെയാകും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഗ്രാമങ്ങളിലൂടെയാകും, ടൂറിസം കേന്ദ്രങ്ങൾ. പക്ഷേ PT മുഹമ്മദ് എന്ന യാത്രികന്റെ യാത്ര അങ്ങനെ അല്ലായിരുന്നു. കുറച്ചുകൂടി ഉൾനാടുകളിലൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ യാത്രകൾക്ക് ഒരു ഭംഗി ഉണ്ടായിരുന്നു, ഒരു ആത്മാവുണ്ടായിരുന്നു. ആ ആത്മാവ് പലപ്പോഴും താങ്കളുടെ ശബ്ദത്തിലൂടെ കഥ പറയാം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം എന്താണ് റൂട്ട് എന്ന് മനസ്സിലാകും. ആദ്യമായിട്ട് എത്തിയ നാട് ഏതായിരുന്നു? ഞാൻ ഹരിയാനയിലാണ് ആദ്യമായിട്ട് സഞ്ചരിച്ചത്. ഡൽഹിയുടെ അതിർത്തി സംസ്ഥാനമാണ്. അവിടെയുള്ള കുറെ ഗ്രാമങ്ങളിലേക്ക് എന്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെയൊക്കെ വീടുകളിലേക്കൊക്കെയാണ് ഞാൻ ആദ്യമായി സഞ്ചരിച്ചു തുടങ്ങിയത്. ഗ്രാമങ്ങളുടെ ഒരു വിശുദ്ധിയും അവരുടെ ആതിഥ്യ മര്യാദയും കണ്ടുകൊണ്ടാണ് പിന്നീട് ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കാം എന്ന് ഞാൻ തീരുമാനിച്ചത്. നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ വളരെ വൈവിധ്യപൂർണമായൊരു നാടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോ രാജസ്ഥാൻ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ നാട് എന്ന് പറയുന്നത് ഒട്ടനേകം നാട്ടുരാജ്യങ്ങൾ ചേർന്ന ഒരു നാടാണ്. ഓരോ നാട്ടുരാജ്യങ്ങളും വൈവിധ്യമാണ്, വ്യത്യസ്തമുണ്ട്. അവരുടെ ഭക്ഷണങ്ങളിൽ വൈവിധ്യമുണ്ട്. അപ്പൊ നമ്മുടെ നാടിനെ ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുക, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയൊരു അനുഭവമാണെന്ന് ഞാൻ കരുതി. അങ്ങനെയാണ് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുന്നത്. ഓരോ ഗ്രാമങ്ങളും വ്യത്യസ്തമാണ്, അവിടുത്തെ ഭക്ഷണം വ്യത്യസ്തമാണ്, സംസ്കാരങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇതൊക്കെ അനുഭവിക്കാൻ പറ്റി. അതെല്ലാം ഞങ്ങൾ കാണാനും പറ്റി. അതെ, സന്തോഷം. ഹരിയാനയിലെ സുഡാക്ക എന്ന ഗ്രാമം PT മുഹമ്മദ് എന്ന വ്യക്തിയെ സംബന്ധിച്ച് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഗ്രാമമാണ്. ഡൽഹിയിലേക്ക് ജോലിക്ക് പോയ ഒരു വ്യക്തി ഡൽഹിയിൽ ജോലിക്ക് പോയി കഴിഞ്ഞ് കിട്ടുന്ന അവധി ദിവസങ്ങൾ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ ഉത്തരേന്ത്യയിലാകെ ഒരു മനോഹരമായ യാത്രകൾ ചെയ്യുന്നു. ആ യാത്രയിലൂടെയാണ് കഥ പറയാം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു ഇൻട്രോയിലൂടെ മനോഹരമായ വീഡിയോസ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. PT മുഹമ്മദ് ആണ് റേഡിയോ ട്രാവലർ RJ ഷിഫിനോടൊപ്പം ഉള്ളത്. നേരത്തെ പറഞ്ഞു ഹരിയാനയിലെ സുഡാക്ക. PT മുഹമ്മദിന്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന പേര്, സ്ഥലം, അവിടുത്തെ പ്രിയപ്പെട്ടവർ എല്ലാം. ഞാൻ കുറെ യാത്രകൾ ചെയ്തപ്പോഴാണ് ഗ്രാമങ്ങളിലെ വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥ ശരിക്കും ബോധ്യപ്പെടുന്നത്. അപ്പൊ അവിടുത്തെ കുട്ടികൾക്കായിട്ട് ഒരു സ്കൂൾ ആരംഭിച്ചാലോ എന്ന ആഗ്രഹത്തിൽ നിന്നാണ് കുറെ സ്ഥലങ്ങൾ പരതി നോക്കി. അങ്ങനെ ഒടുവിൽ എത്തിച്ചേർന്നത് ഹരിയാനയിലെ സുഡാക്ക എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. അതൊരു ഉൾഗ്രാമമാണ്.
കുറെ അങ്ങോട്ട് ഉള്ളിലേക്ക് എത്തിച്ചേർന്നാലാണ് സുഡാക്കയിൽ എത്തിച്ചേരുക. ഓക്കെ. അവിടെയാണ് ഞാൻ സ്കൂൾ ആരംഭിച്ചത്. 8-9 മാസങ്ങൾക്ക് മുൻപ് ഒരു റെസിഡൻഷ്യൽ സ്കൂളിന്റെ നിർമ്മാണം ആരംഭിച്ചു. ഇപ്പൊ അങ്ങനെ കുറഞ്ഞ രീതിയിലൊക്കെ പൂർത്തീകരിച്ച ഒരു 60 കുട്ടികൾ നിലവിൽ, അത് തന്നെ ഉത്തരേന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്റെ സ്കൂളിലെ ഗ്രാമം കൊണ്ടാണ് എന്റെ ഹൃദയത്തോട് അത്രയും ചേർന്ന് നിൽക്കുന്നത്. ഉറപ്പായിട്ടും. അതായത് തീർച്ചയായിട്ടും ഒരു മലയാളി എന്ന നിലയിൽ നമുക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഒരു മലയാളി മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകുന്നു, ആ സംസ്ഥാനത്തെ ഗ്രാമങ്ങളിലേക്ക് ചെല്ലുന്നു, ആ ഗ്രാമങ്ങളിൽ അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂൾ തുടങ്ങുന്നു, ആ സ്കൂളിൽ പഠിക്കുന്നത് 6ഓളം സംസ്ഥാനങ്ങളിലെ കുട്ടികൾ. അതെ, അങ്ങനെ ഒരു വലിയൊരു കാര്യം കൂടി അവിടെ. ഇതിന്റെ നിർമ്മാണം അല്ലെങ്കിൽ അതിന്റെ ബാക്കിയുള്ള ഇതിന് വലിയൊരു ഫണ്ട് ഒക്കെ ആവശ്യമുണ്ടായിരുന്നു. ഒരുപാട് പ്രിയപ്പെട്ടവരുടെ ഒക്കെ സഹായങ്ങളൊക്കെ അതിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ച സമയത്ത് എന്റെ വീഡിയോകൾ കാണുന്ന ഒരു മഹ്മൂദ്, അദ്ദേഹമാണ് കണ്ണൂരിലെ, അദ്ദേഹത്തിന് ഒരു സ്റ്റീൽ ഫാക്ടറിയാണ്. എന്റെ സ്കൂളിന്റെ ആവശ്യമായ 3 നിലയ്ക്ക് ആവശ്യമായ പൂർണ്ണമായ സ്റ്റീല് അദ്ദേഹം കണ്ണൂരിലെ ഫാക്ടറിയിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് ഹരിയാനയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തത്. അതൊരു വലിയൊരു ഊർജമായിരുന്നു. അതിൽ നിന്നാണ് ആരംഭിച്ചത്. പിന്നീട് പലരും സഹായിച്ചു, അങ്ങനെ പൂർത്തീകരിക്കാൻ സാധിച്ചു. 60 കുട്ടികൾക്കുള്ള സൗകര്യം നമുക്ക് ഇതുവരെ ചെയ്യാൻ സാധിച്ചു. ഇപ്പോ നോക്കുമ്പോ പലയിടത്തും കൃത്യമായുള്ള ഫീസ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് എത്രയോ കുഞ്ഞുങ്ങളാണ് പഠിക്കാൻ പറ്റാതെ ഇരിക്കുന്നത്. അവിടെയാണ് PT മുഹമ്മദ് വ്യത്യസ്തനാകുന്നത്. ഈ 60 കുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകുന്നത് സൗജന്യമായിട്ടാണ്. അതെ, അത് വലിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും. നമ്മൾ ആമസോൺ ഇന്ത്യ, അതുപോലെ സൊമാറ്റോ ഇന്ത്യ ഒക്കെ ആയിട്ട് ചെറിയ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷണൽ പ്രോജക്റ്റുകൾ, ബാക്ക് ടു സ്കൂൾ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. ആമസോൺ, സൊമാറ്റോ ഒക്കെ നമ്മളോട് ചെറിയ രീതിയിലെങ്കിലും സഹായിക്കുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സപ്പോർട്ടാണ്. എന്താണ് സ്കൂളിന്റെ പേര്? സുക്കൂൻ. സുക്കൂൻ എന്ന് പറഞ്ഞാൽ എ കംപ്ലീറ്റ് സ്റ്റേറ്റ് ഓഫ് പീസ് എന്നാണ് അർത്ഥം. സമാധാനത്തിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ. അപ്പോ വിദ്യാഭ്യാസം നേടിയാൽ സുക്കൂനുള്ളവരായിരിക്കണം. അതൊരു ഹിന്ദി അറബി വേർഡാണ്. വിദ്യാഭ്യാസത്തിന്റെ അന്തരീക്ഷവും വിദ്യാഭ്യാസം നേടിയവരും സുക്കൂനുള്ളവരായിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ആ പേര് നൽകാൻ തീരുമാനിച്ചത്. എങ്ങനെയായിരുന്നു ഈ 60 കുട്ടികൾ ഇത്രയും ഗ്രാമങ്ങളിൽ നിന്നും സെലക്ട് ചെയ്യുന്നു, അവരെ ഇവിടേക്ക് എത്തിക്കുന്നു? കാരണം ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾ പലപ്പോഴും എഡ്യൂക്കേഷൻ അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല, അവരുടെ സാഹചര്യം കൊണ്ടാണത്. അവിടെ നിന്നും ഈ കുട്ടികളെ കണ്ടെത്തുക എന്ന് പറയുന്നത് നമ്മുടെ മാണിക്യക്കല്ല് സിനിമയിൽ പൃഥ്വിരാജ് വീടുകൾ കയറി കുട്ടികളെ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരുന്ന പോലത്തെ വേറെ ടൈപ്പ് ഓഫ് പരിപാടിയായിരുന്നു. എനിക്ക് ആദ്യമായി ഞാൻ ആരംഭിച്ചത് ഒരിക്കലും റെസിഡൻഷ്യൽ സ്കൂൾ അല്ല, പകരം ലേണിംഗ് സെന്ററുകളാണ്. സമീപത്തെ സർക്കാർ സ്കൂളുകളിലേക്ക് കുട്ടികളെ എത്തിക്കുക എന്നതിന് വേണ്ടിയിട്ട് ഒരു ബ്രിഡ്ജ് കോഴ്സ് എന്ന നിലക്ക് ഡ്രോപ്പ് ഔട്ട് ആയ കുട്ടികളെ കേന്ദ്രീകരിച്ച് വിവിധ ഗ്രാമങ്ങളിൽ ലേണിംഗ് സെന്ററുകൾ തുറന്നു. അവിടെ നിന്ന് ഏറ്റവും മിടുക്കരായ കുട്ടികളെ കണ്ടെത്തിയിട്ടാണ് റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ശ്രമകരമായ ദൗത്യമായിരുന്നില്ല. പക്ഷെ ഈ കുട്ടികളെ തെരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു. ഞങ്ങൾക്ക് ഏകദേശം 1200ഓളം അപേക്ഷകൾ ഈ 60 കുട്ടികളെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഏറ്റവും മിടുക്കരായ, ഭാവിയിൽ ഞങ്ങളൊരു റിസൾട്ട് പ്രതീക്ഷിക്കുന്ന കുട്ടികളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. റേഡിയോ മലയാളം 98.6ന്റെ എല്ലാവിധ വിഷസ് ആൻഡ് സപ്പോർട്ട് ഞങ്ങൾ ഇപ്പോഴേ തന്നെ അറിയിക്കുകയാണ്. PT മുഹമ്മദ് എന്ന ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക്, സോഷ്യൽ മീഡിയ പേജുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കഥ പറയാം എന്ന് തുടങ്ങുന്ന ഇദ്ദേഹത്തിന്റെ വാക്കുകളും ആ മനോഹരമായ വീഡിയോസ് ഒക്കെ കാണാനായിട്ട് പറ്റും. PT മുഹമ്മദ് ആണ് ഇപ്പോൾ റേഡിയോ മലയാളത്തിൽ റേഡിയോ ട്രാവലറിലൂടെ ആദ്യ ഷിഫിനോടൊപ്പം ഉള്ളത്. കഥ പറയാം. കശ്മീരിലേക്ക് പോയ ഒരു കഥ എനിക്ക് കേൾക്കണം. കാശ്മീരിലേക്ക് ഞാൻ ആദ്യമായിട്ട് പോകുന്നത് എന്റെ കൂടെ ജോലി ചെയ്യുന്ന 2-3 പേരുടെ വീടുകളിലേക്കാണ്. കാശ്മീർ എന്ന് പറഞ്ഞാൽ 3 പ്രദേശങ്ങളാണ് പ്രധാനമായിട്ടും. ഒന്ന് ജമ്മു, മറ്റൊന്ന് പീർ പാഞ്ചൽ, മറ്റൊന്ന് കാശ്മീർ. കാശ്മീരിന്റെ യഥാർത്ഥ സംസ്കാരം നമുക്ക് ലഭിക്കുക പീർ പാഞ്ചലിലും കിട്ടൂല, ജമ്മുവിലും കിട്ടൂല. പകരം ശ്രീനഗർ അടക്കമുള്ള ശ്രീനഗർ, ബാരാമുല്ല, കുപ്വാര ആ പ്രദേശങ്ങളിലാണ് കിട്ടുക. അവരുടെ വീട് പൂഞ്ചിലാണ്. പൂഞ്ച് ശരിക്കും പീർ പാഞ്ചലിലാണ് വരുന്നത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് അവിടെയാണ് പോകുന്നത്. അവരുടെ വീട് പൂഞ്ചിലെ ഒരു മലമുകളിൽ 2 മണിക്കൂർ സമയം കാൽനടയായി സഞ്ചരിച്ചാൽ എത്താവുന്ന ദൂരത്താണ്. ആ വീട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. അപ്പൊ അവരുടെ ഒരു കാലാവസ്ഥാപരമായ മാറ്റങ്ങൾ, നമ്മൾ കേരളത്തെ കുറിച്ച് പറയുന്നത് മിതശീതോഷ്ണ കാലാവസ്ഥ, പക്ഷേ കശ്മീരിൽ ഇത്തരം പ്രദേശങ്ങളിലൊക്കെ അതീവ മഞ്ഞുവീഴ്ചയുള്ള സമയങ്ങളുണ്ട്. അതുപോലെ സമ്മർ ടൈമും ഉണ്ട്. എന്നാൽ താരതമ്യേന തണുപ്പ് കുറഞ്ഞ അങ്ങനെയും സമയങ്ങളുണ്ട്. കുറെ കാലാവസ്ഥകളെ അഭിമുഖീകരിക്കുന്ന ഒരു നാടാണ്. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി എത്തിച്ചേരുന്നത് ഒരു സമ്മറിലാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കി തീർച്ചയായിട്ടും ഓരോ കാലാവസ്ഥകളും ഇവിടെ വരണം, എന്നാലേ കാശ്മീരിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ
മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ. അവരുടെ ജീവിത രീതി മാറുന്നുണ്ട്, ഭക്ഷണശീലം മാറുന്നുണ്ട്, അങ്ങനെ കുറെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പീർപ്പാഞ്ചലിലെ ഈ പൂഞ്ചിൽ ഞാൻ എത്തിച്ചേരുന്നത് ഒരു സമ്മറിലാണ്. അവരുടെ കൂടെ മല കയറാനും അവരുടെ വീട്ടിലേക്ക് പോകാനും വീട്ടിൽ നിന്ന് വീണ്ടും മല കയറാനും ഒക്കെ പറ്റി. അവരുടെ ജീവിതം കാണാൻ പറ്റി. അവർ പറയുന്നത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധം വീട്ടിൽ മാത്രം തിളച്ചിടപ്പെടുന്ന ഒരു കാലമാണ് ഈ മഞ്ഞുകാലം. അങ്ങനെ അവിടെയൊക്കെ മഞ്ഞുകാലത്തും എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. അതിന്റെയൊക്കെ കഥ ഞാൻ എന്റെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. കാശ്മീർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആപ്പിൾ, അത് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരും. അതൊക്കെ ഇങ്ങനെ നിറയെ കയ്യിൽ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ. നമ്മളൊക്കെ കഴിക്കുന്നതാണ് ആപ്പിൾ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആർക്കും ഒരു താല്പര്യം ഉണ്ടാവും. കാരണം ഈ മരത്തിൽ നിന്ന് നേരെ പറിച്ചു കഴിക്കുന്നത് അത് വലിയൊരു അനുഭവമാണ്. ശരിക്കും ടൂറിസത്തിന്റെ ഒരു പ്രധാന സാധ്യതയാണത്. ഇപ്പൊ ആപ്പിൾ, അതുപോലെ സബർജിൽ, നാഷ്പാത്തി, പിയർ എന്ന് പറയുന്ന നാഷ്പാത്തി, അങ്ങനെ കുറെ ഈ തണുപ്പ് ആയതുകൊണ്ട് തന്നെ കുറെ ഫ്രൂട്ട്സുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ വളരുന്നുണ്ട്. അതുപോലെ ക്വിൻസ് ആപ്പിൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതേക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. അത് വെജിറ്റബിൾ ആപ്പിൾ ആണ്. അതായത് സാധാരണ അങ്ങനെ കഴിക്കാൻ പറ്റുന്നതല്ല, പകരം കറി വെച്ച് കഴിക്കാൻ പറ്റുന്ന ആപ്പിൾ. ഞാൻ ആദ്യമായിട്ട് ഇവിടെയാണ് പറയുന്നത്. ക്വിൻസ് ആപ്പിൾ എന്നാണ് അതിന് പറയാം. ആളുകൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ കഴിച്ചിട്ടുണ്ട്, നല്ല രുചിയാണ്. പക്ഷെ നേരിട്ട് കഴിക്കാൻ അത്ര വലിയ രുചിയൊന്നുമില്ല. പക്ഷെ ഇത് നല്ല രുചിയാണ് ഇങ്ങനെ കഴിക്കാൻ. സാധാരണ ആപ്പിൾ പോലെ തന്നെ മരത്തിലാണ് ഇത് വളരുന്നത്. ഇതിന്റെ ഉപയോഗം വേറെ രീതിയിലാണ്. അപ്പൊ ആപ്പിൾ പൂക്കുന്ന ഒരു കാലം ആണ് കാശ്മീരിലെ ഒരു പ്രധാന ടൂറിസം ടൈം എന്ന് പറയുന്നത്, ഒരു കാലാവസ്ഥ. അത് ഒക്ടോബർ, നവംബർ സമയങ്ങളിലാണ്. നല്ല റൊട്ടിയും ഈ ക്വീൻസ് ആപ്പിളും കൂടി ചേരും. തീർച്ചയായിട്ടും ചേരും. കാശ്മീരിലെ ഭക്ഷണമാണ് പ്രധാനം. അവരുടെ ഒരു കൾച്ചർ ശരിക്കും വരുന്നത് പേർഷ്യയിൽ നിന്നാണ്. പേർഷ്യയിൽ നിന്ന് 1300-കളിൽ ഒരു മുസ്ലിം പണ്ഡിതൻ മീർ സയ്യിദ് അലി ഹംദാൻ അവര് വരുന്നതോടുകൂടിയാണ് കാശ്മീരിൽ കുറെ കൾച്ചറുകൾ രൂപപ്പെട്ടത് എന്നാണ് ചരിത്രം പറയുന്നത്. നേരത്തെ നിങ്ങൾ പറഞ്ഞ മട്ടൻ ഹരീസ വരുന്നത് പേർഷ്യയിൽ നിന്നാണ്. അതുപോലെ കാശ്മീരിലെ പശ്മിന വരുന്നത്, പശ്മിന രൂപപ്പെടുത്തിയത് ഈ മുസ്ലിം പണ്ഡിതന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യഗണങ്ങളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. കാശ്മീരിലെ പ്രധാനമായ ഭക്ഷണം എന്ന് പറയുന്നത് വാസ്വാനാണ്. നമ്മുടെ സദ്യ പോലെ കാശ്മീരികൾക്ക് വാസ്വാൻ. നമുക്കത് ഓണത്തിനാണ് നമ്മൾ പൂർണ്ണമായ സദ്യ കിട്ടുക. നമ്മുടെ വീട്ടിലൊക്കെ സദ്യകൾ ഉണ്ടാക്കുമെങ്കിലും എല്ലാ വിഭവങ്ങളും ഒരു പക്ഷെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് നമുക്ക് കിട്ടുന്നത് ഓണാഘോഷങ്ങളിലൊക്കെ ആ സമയങ്ങളിലാണ് നമ്മൾ കിട്ടുക. അതുപോലെ കല്യാണ വീടുകളിലാണ് കാശ്മീരിലെ വാസുവാൻ പൂർണ്ണമായിട്ടും കിട്ടുക. 36 തരം വിഭവങ്ങളുള്ള ഒരു സദ്യയിൽ 30 മട്ടൻ വിഭവങ്ങളാണ് എന്നതാണ് അതിന്റെ ഒരു രസകരമായ അനുഭവം. പല കല്യാണങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. അതിലൊരു കല്യാണത്തിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. 4 പേരടങ്ങുന്ന ഒരു ടീം നിലത്തിരുന്നാണ് ഭക്ഷണം കഴിക്കുക. കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ടാകും. നമുക്ക് മുമ്പിൽ ഒരു തളിക കൊണ്ടുവെക്കും. അതിൽ 2 തരം ചോറുണ്ടാകും, 4 വീതം കബാബുകൾ ഉണ്ടാവും. മറ്റ് വിഭവങ്ങൾ അവിടെ അവസാനിച്ചു എന്നാണ് കരുതുക. പക്ഷെ തുടങ്ങുന്നതേ ഉള്ളൂ. നമ്മുടെ കുട്ടികൾക്കൊക്കെ പേരിടാൻ, ഈ ഓമന പേര് വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറെ വിഭവങ്ങൾ ഇനി വരാനുണ്ട്. റിഷ്ത, ഗുസ്താബ, റോഗൻ ജോഷ്, തൊബക് മാഷ് എന്നൊക്കെയാണ് അതിന്റെ പേര്. ഇതിങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ട് ഇത് വിളമ്പുന്നയാള് വാസ എന്നാണ് അയാൾ പറയാം. അവരിങ്ങനെ മെല്ലെ മെല്ലെ ഓരോരുത്തർക്കും കൊണ്ടുവന്നിരും. ഒറ്റ പീസ് അധികം കിട്ടൂല. പക്ഷെ പീസുകളെല്ലാം നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ പറ്റും നമ്മൾ കരുതരുത്. കാരണം അത്രയേറെ വിഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ കല്യാണത്തിന് വരുന്ന ആളുകൾക്കെല്ലാം ആദ്യം ഒരു കവർ കൂടി കൂടെ തരും. നമുക്ക് കഴിക്കാൻ പറ്റാത്തത് നേരെ അതിലേക്ക് മാറ്റാനാണ് ആ കവർ തരുന്നത്. അത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. നമ്മൾ അതങ്ങനെ ചെയ്യാൻ മടിക്കൊന്നും വേണ്ട. നമ്മൾ എല്ലാവരും ചെയ്യും, നമ്മളും ചെയ്യാം. അപ്പൊ കല്യാണത്തിന് എല്ലാവരെയും വിളിക്കുന്ന ഒരു ശീലമൊന്നുമില്ല. പകരം വീട്ടിൽ നിന്ന് 1-2 പ്രതിനിധികൾ വരിക. അവര് ബാക്കിയുള്ള ആളുകൾക്ക് പോലുമുള്ള വിഭവങ്ങളുമായിട്ട് തിരിച്ചു പോവുക. ഞാൻ ആ വീഡിയോ ചെയ്യുന്നത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു, കവറും നിറഞ്ഞു. അങ്ങനെ ഒരു വ്യത്യസ്തമായ സംസ്കാരം. നമ്മുടെ നാട്ടില് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുടുംബക്കാർക്ക് മാത്രം വീട്ടുകാർക്ക് കൊടുക്കുന്ന ശീലമുണ്ട്. പക്ഷെ കാശ്മീരിൽ കല്യാണത്തിന് വരുന്ന എല്ലാവർക്കും ഒരു കവർ കൊടുത്ത് അതിൽ മാംസമാണ് കൊണ്ടുപോവുക. വീട്ടിൽ നിന്ന് ചോറെടുക്കുക, അതിലേക്ക് കറിയൊക്കെ ഒഴിക്കുക, എന്നിട്ട് ഈ മാംസമായിട്ട് വീട്ടിലുള്ള എല്ലാവരും കഴിക്കുക. അങ്ങനെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു കിരീടം കണക്കെ ഉള്ള കാശ്മീരിലെ ഒരു അനുഭവം ആണത്. നമ്മുടെ നാട് അത്രയും വൈവിധ്യങ്ങൾ നിറഞ്ഞൊരു നാടാണ്. ആ വീഡിയോയുടെ അവസാനം പറഞ്ഞതുപോലെ തന്നെ ഇത് കേൾക്കുമ്പോ ഞങ്ങളുടെ മനസ്സും നിറഞ്ഞു. സന്തോഷം. അപ്പൊ എന്തായാലും PT മുഹമ്മദിന്റെ യാത്രകൾ ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നമുക്കും ഒരുപാട് അനുഭവങ്ങൾ ഇനി കേൾക്കാനുണ്ട്. നമ്മൾ കാണാത്ത ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു. അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ നമ്മുടെ അരികിലേക്ക് എത്തിക്കുന്നു.
അങ്ങനെ ഒരു യാത്രികനാണ് PT മുഹമ്മദ്. കൃത്യമായിട്ട് യാത്രികനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞത് തന്നെ ഞാൻ വീണ്ടും പറയാം. യാത്രികനല്ല, പക്ഷെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിന് കൂടെ നമുക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. റേഡിയോ ട്രാവലർ കൂടി രാജേഷ് ഷിഫിൻ, എന്റെ കൂടെ PT മുഹമ്മദ്. ഈ കഥ പറയാം. ഈ വാക്ക് ഇൻട്രോയിൽ ഉൾപ്പെടുത്തണമെന്ന് തോന്നിയ ഒരു സമയം എപ്പോഴായിരുന്നു? ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്യുന്നത് ചാണകത്തെ കുറിച്ചാണ്. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഭക്ഷണം പാചകം ചെയ്യുന്നത് ചാണകവും അതുപോലെ അതിന്റെ കൂടെ ഗോതമ്പിന്റെ വൈക്കോലും മിക്സ് ചെയ്ത് അത് ഒരു പത്തിരി പോലെ പരത്തി അത് ഉണക്കിയെടുത്ത് അത് കത്തിച്ചാണ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ എല്ലായിടത്തും ഭക്ഷണം പാചകം ചെയ്യുന്നത്. അതേക്കുറിച്ചാണ് ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്യുന്നത്. ഇത് ചാണകമാണ്, ഉത്തരേന്ത്യക്കാരുടെ വിറകാണ്, കഥ പറയാം എന്നാണ് പറഞ്ഞത്. ഞാനത് സ്വാഭാവികമായും എന്നിൽ നിന്ന് വന്നു പോയതാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശിച്ചൊന്നും പറഞ്ഞതല്ല. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, ഈ കഥകൾ കേൾക്കുക എന്നത് നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലം നമ്മുടെ വല്യമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ കഥകൾ പറഞ്ഞ് അവരുടെ കഥകൾ കേട്ട് ശീലിച്ചതാണ്. പക്ഷെ നമ്മളൊക്കെ എത്ര മുതിർന്നിട്ടും കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബാല്യം ഇപ്പോഴും നമ്മുടെ ഒക്കെ ഉള്ളിലുണ്ട് എന്നാണ് മനസ്സിലായത്. ഏതായാലും ആ അന്നത്തെ പ്രയോഗം അങ്ങനെ ആളുകൾ ഏറ്റെടുക്കാൻ കാരണം ഇതാണ് എന്ന് എനിക്ക് മനസ്സിലായി. എന്നെ സ്വാഭാവികമായിട്ട് ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ വന്നുപോയതാണ്. പിന്നീട് ആളുകളുടെ അഭിപ്രായത്തിനനുസരിച്ച് അത് തുടർത്തി കളഞ്ഞു എന്ന് മാത്രം. കൃത്യമായിട്ടുള്ള വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അതിന്റെ A to Z ഹിസ്റ്ററി ഉൾപ്പെടെയാണ് കൊടുക്കുന്നത്. അതെ, അതിന്റെ ഒരു പിന്നിൽ ഒരുപാട് ഒരു റിസർച്ചും കൂടി വേണം. തീർച്ചയായിട്ടും. ഞാൻ പിന്നെ കാശ്മീരിനെ കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കുന്നത് കുറേ സമയങ്ങൾ കാശ്മീർ സന്ദർശിച്ചതിന് ശേഷമാണ്. അതേക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ച് അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഗൂഗിൾ ചെയ്ത് അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുന്നത്. ഒരു 1-2 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ പോലും അതിലൊരു പക്ഷേ കുറെ സമയത്തെ റിസർച്ച് പിറകിലുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിലും മറ്റെപ്പോഴെങ്കിലും ഒക്കെ അതിനെ ഞാൻ ഉൾപ്പെടുത്താറുണ്ട്. ഞാൻ ഈ സമയത്ത് കശ്മീരിലെ പ്രസിദ്ധമായ ഹസരത്ത് പള്ളിയുണ്ട്. ആ പള്ളിയിൽ പോയപ്പോൾ കുറച്ച് മുമ്പ് പോയപ്പോൾ അത് പൂട്ടിക്കിടക്കുകയായിരുന്നു. അതിന്റെ റെനോവേഷൻ വർക്കുകൾ നടക്കുകയാണെന്ന് പറഞ്ഞു. പിന്നീട് പോയപ്പോൾ അത് മനോഹരമായ ഇന്റീരിയർ ഒക്കെ ചെയ്ത് തുറന്നിട്ടുണ്ട്. അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അത് പേപ്പർ മാഷി ആർട്ട് കൊണ്ടാണ് ഇത് റെനോവേറ്റ് ചെയ്തതെന്ന്. അങ്ങനെ പഠിച്ചു നോക്കുമ്പോഴാണ് കാശ്മീരിൽ പിന്നെ 1372 പേർഷ്യയിൽ നിന്നൊരു മുസ്ലിം പണ്ഡിതൻ വരികയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവര് ഈ പേപ്പർ മാഷി ആർട്ടിൽ കഴിവുള്ളവരായിരുന്നു എന്നൊക്കെ അറിയുന്നത്. അങ്ങനെ പിന്നീട് പഠിച്ചപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് എത്തുന്നത്. ഈ പേപ്പർ മാഷി ആർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കളിമണ്ണിൽ രൂപങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ വേസ്റ്റ് പേപ്പറിൽ വെള്ളം അതിങ്ങനെ വെള്ളത്തിൽ കുതിർത്തിയിട്ട് അത് ഇങ്ങനെ കളിമണ്ണ് പോലെ രൂപപ്പെടുത്തിയിട്ട് അതുകൊണ്ട് ആർട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു രീതി. അതുകൊണ്ട് പ്ലേറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ വലിയ സാധ്യതയുണ്ട്. ഞാൻ അത് അവിടെ കണ്ട് മനസ്സിലാക്കിയപ്പോഴാണ് ആ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കുന്നത്. പേപ്പർ മാഷി അല്ലെങ്കിൽ പാപ്പിയ മാഷി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആർട്ട് പല സമയങ്ങളിലായിട്ട് രൂപപ്പെടുത്തുന്നതാണ് നമ്മുടെ ഈ ചരിത്ര പഠനം എന്ന് പറയുന്നത്. ഇപ്പോ ഒരുപാട് ഗ്രാമങ്ങളിലേക്ക് പോയിട്ടുണ്ട്. PT മുഹമ്മദ് എന്ന യാത്രികന്റെ മനസ്സിൽ ഇവിടുത്തെ കാഴ്ച കണ്ട് ഞാൻ ഞെട്ടിപ്പോയി, അല്ലെങ്കിൽ ഈ കാഴ്ച അത്ഭുതപ്പെടുത്തി, അങ്ങനെ ഒരു കാഴ്ചയോ സന്ദർഭങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒന്ന് ഒരു കുടുംബം, മീറാസി എന്ന് പറയുന്ന ഒരു കുടുംബം, അത് അവരെ കുറിച്ച് ഞാൻ ഈ അടുത്താണ് അറിയുന്നത്. ഹരിയാന, ഉത്തർപ്രദേശിലൊക്കെയുള്ള ഈ കുടുംബത്തിന്റെ കുലത്തൊഴിലാണ് കല്യാണം വിളിക്കുക എന്നുള്ളത്. അപ്പൊ എന്റെ വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ ഈ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഒക്കെ നമ്മൾ ഏൽപ്പിക്കാം. അപ്പൊ അവര് പോയിട്ട് വിളിക്കാം. അത് വലിയൊരു അത്ഭുതം എന്നിൽ ഉളവാക്കി. പക്ഷെ അതേക്കുറിച്ച് ഞാൻ പലയിടത്തും പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ നാട്ടിൽ കോഴിക്കോട് കുറ്റിച്ചിറയിൽ അങ്ങനെ ഒരു കുടുംബം ഉണ്ടത്ര. അത് ഇപ്പോഴും അത് 1-2 ആള് അങ്ങനെ ചെയ്തു വരുന്നുണ്ട് എന്നൊക്കെ. അങ്ങനെയാണ് അത്ഭുതമുളവാക്കുന്ന കുറെ അറിവുകൾ കിട്ടിയിട്ടുണ്ട്. മറ്റൊന്ന്, കശ്മീരിലെ ഗ്രാമങ്ങളിൽ ഞാൻ പോയപ്പോ എനിക്ക് മഞ്ഞുകാലത്തേക്ക് ആവശ്യമായ കുറെ വിഭവങ്ങൾ എടുത്തു വെച്ചത് കാണിച്ചത്. അതിൽ ഇല വിഭവങ്ങൾ ഉണക്കി സൂക്ഷിച്ചിരിക്കുന്നു. നമ്മൾ തൊടിയിൽ പോയിട്ടുണ്ടെങ്കിൽ നിലത്ത് വീണ് കിടക്കുന്ന കരിയിലകൾ പോലെ കുറെ ഇല വിഭവങ്ങൾ നമ്മുടെ നാട്ടിലെ ചീരയും ഉണക്കി വെച്ചിരിക്കുന്നു. ഞാനിങ്ങനെ സ്വാഭാവികമായിട്ട് ഇതിനെന്ത് രുചിയായിരിക്കും ഉണ്ടാവുക, എനിക്ക് അറിയാനൊരു കൗതുകം. വലിയ അത്ഭുതമല്ലേ? കാരണം അത് മാത്രം ഇല വിഭവങ്ങൾ മാത്രമല്ല, തക്കാളി ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ട്, ആപ്പിൾ ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ട്, മുളകുകൾ ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മഞ്ഞുകാലത്തേക്ക് ആവശ്യമായ കുറെ വിഭവങ്ങൾ ചാക്കുകളിലായിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിലൊരു വിഭവം, ഈ ഇല വിഭവങ്ങൾ എനിക്കൊന്ന് പാചകം ചെയ്തു തരാൻ പറ്റുമോ? കാരണം ആ ഒരു കൗതുകത്തിന്റെ പിറകിലാണ് ചോദിച്ചത്. അവരുണ്ടാക്കി തന്നു. വളരെ ഗംഭീരമായ രുചിയായിരുന്നു. അത് വലിയൊരു അത്ഭുതം തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, ഉത്തരാഖണ്ഡിലെ ബഗ്ഗ ഗ്രാമം. അത് കാടിനുള്ളിലൂടെ 2 മണിക്കൂർ സഞ്ചരിച്ച് നെറ്റ്വർക്ക് അവസാനിക്കുന്നിടത്ത് ആരംഭിക്കുന്ന ഒരു ഗ്രാമമാണ്.
ആ ഗ്രാമത്തിലെ മനുഷ്യരെ കുറിച്ച് ആലോചിച്ചിട്ടും കുറെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത അങ്ങനെയുള്ള മനുഷ്യർ. നമ്മുടെ മൊബൈലൊക്കെ ഒരു സൈഡിൽ ഓഫ് ചെയ്ത് വെക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം നെറ്റ്വർക്ക് ഇല്ല, നെറ്റില്ല, പുറത്തേക്ക് ആരെയും വിളിക്കാനില്ല, വാട്സപ്പ് ഇല്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്തും കുറെ മനുഷ്യന്മാര് ജീവിക്കുന്നു എന്നുള്ളത് വലിയ അത്ഭുതമാണ്. നമ്മളൊരു കൂട്ടമായിട്ടൊരു യാത്രയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും കാണാൻ പറ്റാത്ത, കിട്ടാത്ത കുറെ നല്ല മുഹൂർത്തങ്ങളാണ് PT മുഹമ്മദിനെ തേടി എത്തിയിരിക്കുന്നത്. വലിയ പ്രത്യേകത കൂടിയുണ്ട്. ഈ യാത്രയിൽ ആരൊക്കെയാണ് കൂടെ ചേരുന്നത്? ആദ്യഘട്ടങ്ങളിലൊക്കെ ഞാനും എന്റെ ഒരു സുഹൃത്തും മാത്രം അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. നിലവിൽ എന്റെ കൂടെ 2 or 3 പേരുണ്ടാകും. ഒന്ന് ക്യാമറ കൈകാര്യം ചെയ്യാനുണ്ടാകും. പിന്നെ നമ്മളൊരു കൂട്ടുകാരായിട്ട് അല്ലെങ്കിൽ ആ നാട്ടിലെ ആരെങ്കിലും ഒക്കെ സുഹൃത്തുക്കളാക്കി അങ്ങനെ ഉണ്ടാകും. 2 or 3 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഞാനടക്കം യാത്രകൾ ചെയ്യുന്നത്. ഇപ്പൊ ഏതെങ്കിലുമൊക്കെ ഗ്രാമങ്ങളിലെ അവിടുത്തെ ഫുഡ് ഐറ്റംസ് കണ്ട് കഴിച്ചു തിരികെ വന്നിട്ട് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരാഖണ്ഡിലെ ബഗ്ഗ ഗ്രാമത്തില് നമ്മുടെ റൊട്ടിക്കും കറിക്കും ഒക്കെ ഒപ്പം ഒരു ചമ്മന്തി തരാറുണ്ട്. ഞാൻ അതിന്റെ രുചി എപ്പോഴും ഓർത്തിരിക്കും. ഞാനത് എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ വീഡിയോ കണ്ടിട്ട് പലരും ഉണ്ടാക്കിയതായിട്ട് എനിക്ക് പലരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് ഞാൻ എന്റെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടാണല്ലേ. ആ ചമ്മന്തി എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. PT മുഹമ്മദിന്റെ ഈ യാത്രകൾ കണ്ടിട്ട്, വീഡിയോസ് കണ്ടിട്ട് അങ്ങോട്ടേക്ക് തേടിയെത്തി ചില യാത്രകൾ ഞങ്ങളും കൂടി ജോയിൻ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് കൂട്ടുകാരെത്തിയിട്ടുണ്ടോ? അങ്ങനെ നിരന്തരം വരാറുണ്ട്. പക്ഷെ നമ്മുടെ ഒരു യാത്ര എന്ന് പറയുന്നത് അങ്ങനെ രീതി ഇല്ല. നമ്മള് പിന്നെ ഉൾഗ്രാമങ്ങളിലൂടെ പോകുമ്പോൾ കുറെ ആളുകളുമായിട്ട് വലിയൊരു സംഘമായിട്ട് പോകുന്നതിലൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോ അങ്ങനെ ഇല്ല. പക്ഷെ നമ്മള് കാശ്മീരിലേക്കൊക്കെ ചെറിയ പാക്കേജുകളൊക്കെ ചെയ്യുന്നുണ്ട്. ആദ്യം ഇങ്ങനെ ആരംഭിച്ചിട്ടുണ്ട്. അതിലേക്കൊക്കെ അങ്ങനെ ജോയിൻ ചെയ്യാറുണ്ട് പലപ്പോഴും ആളുകൾ. മലപ്പുറം ജില്ല. വീട്ടിലാരൊക്കെയുണ്ട്? ഉമ്മ, ഉപ്പ, 2 അനിയത്തിമാരുണ്ട്, ഒരു അനിയനുണ്ട്, എന്റെ വൈഫ്, 2 മക്കൾ. ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടോ ഹരിയാനയിലെ സുഡാക്കയിലേക്ക്? എല്ലാവരും വന്നിട്ടുണ്ട്. എന്റെ കൂടെ പലപ്പോഴും എന്റെ വൈഫും ഉണ്ടാവാറുണ്ട്. എന്റെ ഉപ്പയും ഉമ്മയും അങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട്. യാത്രകളിൽ പലപ്പോഴും എന്റെ ഭാര്യയും കൂടി ഉണ്ടാവാറുണ്ട്. ഗ്രേറ്റ്. അപ്പൊ എന്തായാലും PT മുഹമ്മദിന്റെ യാത്രകൾക്ക്, മുന്നോട്ടുള്ള യാത്രകൾക്ക് റേഡിയോ മലയാളം 98.6 എല്ലാവിധ വിഷസ് ആൻഡ് സപ്പോർട്ട് ഞങ്ങൾ അറിയിക്കുകയാണ്. താങ്ക് യു. ഇനിയും മനോഹരമായിട്ടുള്ള യാത്രകൾ ചെയ്യുക. ആ മനോഹര ദൃശ്യങ്ങൾ കാണാനായിട്ട് ഞങ്ങളും കാത്തിരിക്കുകയാണ്. താങ്ക് യു. ഇനി അടുത്ത തവണ വീണ്ടും നമുക്ക് കഥ പറയാം. തീർച്ചയായും. താങ്ക് യു സോ മച്ച്. വെൽക്കം.